ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് രീതിയിൽ ഇപ്പോൾ ഞാൻ ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നല്ല വിളഞ്ഞൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാര് കുറഞ്ഞ മാങ്ങയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലത്. ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും. മാങ്ങയുടെ തൊലി നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കണം. അതിനുശേഷം ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഇപ്പോൾ ഒഴിച്ചാൽ മതി, എന്നാൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. പിന്നീട് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് മധുരം കൂട്ടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണ്, കുറച്ചുകൂടി പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് കൂടി ഇടാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരിക്കുന്നില്ല, ഇതിൽ നാരില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാനിതിനെ അരിക്കുന്നില്ല. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഗ്ലാസ്സിലത്തേക്ക് വേണ്ടി ഞാൻ പച്ചമുളക് എടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ ജ്യൂസ് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.